തിരുവനന്തപുരം കോർപ്പറേഷൻ തുടർന്നും BJP ഭരിച്ചു കഴിഞ്ഞാൽ CPM 45 കൊല്ലമായി നടത്തിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും പുറത്തുവരും എന്നുള്ള ഭയത്താൽ എല്ലാ കളികളും കളിക്കുകയാണ് CPM. ജനങ്ങൾ വോട്ട് ചെയ്ത് ഭരണസമിതിയെ അധികാരത്തിൽ ഏറ്റിയതാണ്. അന്നു മുതൽ ഇങ്ങോട്ട് പല രീതിയിലുള്ള ഗെയിമുകൾ കളിച്ച് എങ്ങനെങ്കിലും മേയർ VV രാജേഷിനെയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും അംഗങ്ങളെയും ഒക്കെ പുറത്താക്കി കോർപ്പറേഷനിൽ ഒരു ത്രിശങ്കു ഭരണം അല്ലെങ്കിൽ ഒരു ത്രിശങ്കു ഭരണസമിതി ഉണ്ടാക്കിയെടുക്കാനും അതുവഴി ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ ഏറാനുമുള്ള ഗൂഢശ്രമങ്ങളാണ് CPM നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചരട് വലിക്കുന്നത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട CPM നേതാക്കളായ ആനാവൂർ നാഗപ്പൻ, അതുപോലെ V ജോയ്, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരാണ് എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ ഇതാ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് CPM. പാർലമെന്ററി പാർട്ടി ലീഡറാണ് SP ദീപക്. അദ്ദേഹമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയ കൗൺസിലർമാരാണ് മേയർ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തത്. ഈ വോട്ട് നിയമപരമായി നിലനിൽക്കില്ല എന്നും ഹർജിയിൽ പറയുന്നു. കൗൺസിലർമാരുടെ ഇതുവരെയുള്ള നടപടികൾക്കുള്ള നിയമസംരക്ഷണം കോടതി റദ്ദാക്കണം. അതായത് പാളയം മാർക്കറ്റുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ, പാർട്ടി ഓഫീസ്, അതുപോലെ തന്നെ അഴിമതി, സ്വജനപക്ഷപാതം, തോന്നിയ വഴിക്ക് പുത്തരിക്കണ്ടം മൈതാനം ആർക്കെങ്കിലുമൊക്കെ കരാർ അടിസ്ഥാനത്തിൽ നൽകുക, CPM നേതാക്കൾക്ക് എല്ലാം പതിച്ചു നൽകുക, CPM നേതാക്കൾക്ക് സബ് കോൺട്രാക്ട് നൽകി കോടികളുടെ അഴിമതി നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ റദ്ദാക്കണം. അത്തരം ഒരു കാര്യങ്ങൾക്ക് എടുത്ത നടപടി റദ്ദാക്കണം, അല്ലെങ്കിൽ നിയമപരമായി നിലനിൽക്കില്ല, അതിനുള്ള നിയമ സംരക്ഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കൂടിയാണ് SP ദീപക് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പീലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും 20 BJP കൗൺസിലർമാർക്കും നോട്ടീസ് അയച്ച കോടതി 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശിച്ചു. പല ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നേരത്തെ ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു. അതിനുശേഷം അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർമാരായി അധികാരത്തിൽ ഏറുകയായിരുന്നു. എന്തൊക്കെ വന്നാലും ഈ ഒരു വിഷയത്തിൽ നിയമപരമായി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് BJPയുടെ കൗൺസിലർ, അതായത് വാഴോട്ടുകോണം എന്ന പ്രദേശത്തെ കൗൺസിലർ R സുഗതൻ, ഇദ്ദേഹത്തെ അയോഗ്യനാക്കിയാൽ കൂടി BJPക്ക് ഭരണം നിലനിർത്താം എന്നുള്ളതാണ്. സുധീഷ് എന്ന ഒരു സ്വതന്ത്രൻ ഇപ്പോൾ BJPക്ക് ഒപ്പം ചേർന്നിരിക്കുന്നു എന്ന വാർത്തയും അല്പസമയം മുൻപ് പുറത്തു വന്നു. എന്തൊക്കെ കളി കളിച്ചാലും ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസമിതിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ CPM കളിക്കേണ്ട കളികളൊക്കെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പറ്റുകയാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന സൂചന കൂടിയുണ്ട്. R സുഗതന് 6 മാസം കൗൺസിൽ യോഗങ്ങളിൽ ഹാജരാകുന്നതിന് ഇപ്പോൾ അവധി അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ തീരുമാനം പാസ്സാക്കിയത് 2 സ്വതന്ത്ര കൗൺസിലർമാരുടെയും പിന്തുണയോടെയാണ് എന്ന വാർത്തയുമുണ്ട്. കാസ്റ്റിംഗ് വോട്ടുമായി മേയറും എത്തി. കോൺഗ്രസ് വിമത കൗൺസിലർ സുധീഷും BJP പക്ഷത്ത് എത്തിയതോടെ സുഗതനെ അയോഗ്യനാക്കിയാലും VV രാജേഷിന്റെ മേയർ കസേരയ്ക്ക് ഒരു ചലനവും സംഭവിക്കില്ല. തലസ്ഥാനത്ത് BJP ഭരണം തന്നെ തുടരും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കൗൺസിലിൽ ആകെ 51 പേർ അവധി അപേക്ഷ അനുകൂലിച്ച് വോട്ട് ചെയ്തതായി മേയർ അറിയിച്ചു. വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ അവധി അപേക്ഷ കൗൺസിലിൽ എത്തുന്നതോടെ സഭ കലുഷിതമാകും എന്ന മുൻകൂട്ടി തയ്യാറാക്കി തിരക്കത്ത് പോലെയായിരുന്നു യോഗത്തിലെ സംഭവവികാസങ്ങൾ. അപേക്ഷ അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ട പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ LDFും UDFും സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി ശക്തമായി പ്രതിഷേധിച്ചു. യോഗം ആരംഭിച്ചയുടൻ കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സെൻസസ് അതിവേഗം പൂർത്തിയാക്കിയ നഗരസഭ എന്ന നേട്ടം കൈവരിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും കൗൺസിൽ ആദരിച്ചിരുന്നു. എന്നാൽ അജണ്ടകളിലേക്ക് കടന്നതോടെ കൗൺസിൽ ഹാൾ സംഘർഷഭരിതമായി. പ്രക്ഷോഭ സാധ്യത മുന്നിൽ കണ്ട മാധ്യമങ്ങൾ കൗൺസിൽ ഹാളിലേക്ക് പ്രവേശിക്കരുത് എന്നും മേയർ നിർദ്ദേശം നൽകിയിരുന്നു. CPMന്റെയും SP ദീപകിന്റെയും ആനാവൂർ നാഗപ്പന്റെയും V ജോയുടെയും ഒന്നും ഒരു കളികളും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് CPMന്റെ അഴിമതി പുറത്താവാതിരിക്കാൻ, അല്ലെങ്കിൽ അഴിമതി അന്വേഷിക്കാതിരിക്കാൻ നടത്തുന്ന ശക്തമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകങ്ങൾ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം അഴിമതി മറച്ചുവെക്കാനും അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാനും അതിൽ അന്വേഷണം നടത്തി ആരും ജയിലിൽ പോകാതിരിക്കാനും നടത്തുന്ന സർക്കസുകളാണ് ഇതൊക്കെ എന്ന് BJP അടക്കം BJP തിരുവനന്തപുരം ജില്ലാ ഘടകമടക്കം സംസ്ഥാന ഘടകമടക്കം ഈ നീക്കങ്ങളെ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഹൈക്കോടതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വന്നാലും ഭരണസമിതി ശക്തമായി തന്നെ ഭരണവും നടപടികളും തുടരും എന്ന് തന്നെയാണ് മേയർ VV രാജേഷും കൂട്ടരും ഇപ്പോൾ വാദമുന്നയിക്കുന്നത്.